സാമ്പാർ നമുക്ക് പല വിധത്തിലുണ്ടാക്കാം. ഇന്ന് നമുക്ക് ഈസി ആയിട്ടൊരു സാമ്പാർ ഉണ്ടാക്കാം. വീട്ടിൽ എൻ്റെ കയ്യിലിരിക്കുന്ന കുറച്ച് ഫ്രോസൺ വെജിറ്റബിൾസും ബാക്കി നമ്മുടെ കയ്യിൽ എപ്പോഴും കാണുന്ന കുറച്ച് വെജിറ്റബിൾസുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ വെജിറ്റബിൾസ് എല്ലാം നമ്മുടെ സാമ്പാറിന് വേണ്ട രീതിയിൽ അരിഞ്ഞെടുക്കാം. അപ്പോൾ പരിപ്പ് ഞാനൊരു കൈയോളമാണ് എടുക്കുന്നത്. ഒരു 2-3 പേർക്കുള്ള സാമ്പാർ കേട്ടോ, 2 നേരത്തേക്കുള്ള സാമ്പാറിന്. പരിപ്പ് കഴുകി വാരിയെടുത്ത് അതേ പരിപ്പിലേക്ക് തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച് നമ്മുടെ വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം. തക്കാളിയും വെണ്ടയ്ക്കയും ഞാൻ സെപ്പറേറ്റ് മാറ്റി വയ്ക്കുകയാണ്. ബാക്കി എല്ലാ വെജിറ്റബിൾസും ഒരുമിച്ചിട്ട് കൊടുത്തു. തക്കാളിയും വെണ്ടയ്ക്കയും നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി വരാനാണ്. അതിനുശേഷം കുക്കറിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി, കുറച്ച് സാമ്പാർ പൊടി, ഉപ്പ്, കറിവേപ്പില ഇവ കൂടിയിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ അടിച്ചെടുക്കാം. അതിനുശേഷം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമുക്ക് വെണ്ടയ്ക്കയും തക്കാളിയും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. നല്ലതായിട്ടൊന്ന് വഴന്ന് കഴിയുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും സാമ്പാർ പൊടിയും കൂടെ ചേർത്ത്, വേണമെങ്കിൽ ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇപ്പം ചേർത്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ അവസാനം ചേർത്ത് കൊടുത്താലും മതി. ഇനി നമ്മൾ ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളിയെടുത്ത് ചൂടുവെള്ളത്തിൽ അത് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ പുളിവെള്ളം കൂടെ നമുക്ക് ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസും പരിപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അല്പനേരം അടുപ്പത്ത് കിടന്നൊന്ന് തിളച്ച് ഒന്ന് സെറ്റായി വരട്ടെ. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ചുകൂടെ കായപ്പൊടിയും മല്ലിയിലയും കൂടെ ചേർത്താൽ അസാധ്യ രുചിയുള്ള സാമ്പാർ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നമ്മുടെ കടുക് പൊട്ടിച്ച് സവോളയും ഉണക്കമുളകും കറിവേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ച് അതിലേക്ക് ഇട്ടെടുക്കുക. അസാധ്യ രുചിയുള്ള സാമ്പാറാണ്, എന്നാൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കുകയും ചെയ്യാം.